നൂറ് ആ പർവ്വതത്തിലേക്ക് വെളിവായ സമയത്ത് ആ പർവ്വതം പൊടി പൊടിയായി മാറിയെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിനെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അള്ളാഹുവിനോട് സംസാരിക്കാൻ പറ്റി. ഒരു വാസ്യതയും ഇല്ലാതെ അള്ളാഹുവിന്റെ സംസാരം മൂസാ നബി അലൈഹി സ്വലാമിന് കേൾക്കാൻ പറ്റി. അത്രയും അള്ളാഹുമായി അടുത്ത ഒരു പ്രവാചകനാണ് സയ്യിദന മൂസാ നബി അലൈഹി സ്വലാം. ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ എന്നിലേക്ക് ഏറ്റവും അടുക്കുന്നതും എനിക്ക് നിങ്ങളോട് ഏറ്റവും പിരിസം സ്നേഹമുണ്ടാകുന്നതും എപ്പോഴാണെന്നറിയോ? തൂരീസിനാ പർവ്വതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ സമയം അതല്ല, മറിച്ച് ഇദാ ഖുസുറത്തിസ് സ്വലാത്തു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജസദീസ് ദുനിയാവുക്ക് എത്തിയിട്ടില്ല. എത്രയോ മുമ്പാണ് മൂസാ നബി അലൈഹി സ്വലാം വന്നത്. ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹുവായ എന്നിലേക്ക് ഏറ്റവും അടുക്കാനും എന്റെ മഹബത്ത് ലഭിക്കാനുമുള്ള ഏറ്റവും നല്ല വഴി ഇനി വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടുത്തെ ഉമ്മത്തിയായ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം കിട്ടാനും നമ്മുടെ ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ലഭിക്കാനുമുള്ള നേതാവ് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഈ വലിയ സന്തോഷം എനിക്ക് ലഭിച്ച മാസമായതുകൊണ്ട് ഈ മാസം എന്റെ മാസമാണ്. രണ്ടാമതായി ഒരു കാരണം, നേരത്തെ സയ്യിദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ശഅബാനിലെ ബറാഅത്തിന്റെ രാത്രി നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മളെ പോലെ 3 യാസീനോദ് കിടന്നുറങ്ങിയതല്ല, തങ്ങള് നിസ്കരിച്ച് സുബ്ഹി വരെ നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ ഖിയാമിലും റുകൂഇലും സുജൂദിലും ഒരായത്ത് തങ്ങൾ ആവർത്തിച്ചോതി. ഇത് കണ്ട ഒരു സഹാബി, ജുമാസിൽ തദക്കറു ഹാദിൽ ആയത്ത് ഹത്താ തുസ്ബിഹ, സുബ്ഹി വരെ തങ്ങൾ നിസ്കരിച്ചപ്പോഴും ഈ ആയത്ത് ആവർത്തിച്ചോതിയല്ലോ. തർഖൗ ബിഹാ വതസ്ജുദു ബിഹാ, റുകൂഇലും സുജൂദിലും ആയത്ത് ഓതിയല്ലോ നബിയെ. എന്താണ് തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള സമ്മതം എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചതാണ്. ഞാൻ സുബ്ഹി വരെ നിസ്കരിച്ചത് എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്. എന്റെ ഉമ്മത്ത് ദുനിയാവിൽ മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായം, മറിച്ച് ആഖിറത്തിലെത്തിയാലും നമ്മളെ കൈപിടിക്കാനുള്ള നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതാ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ നിസ്കരിച്ച് റബ്ബിനോട് ചോദിച്ചപ്പോൾ എന്റെ റബ്ബ് എനിക്ക് എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള സമ്മതം നൽകി. പണ്ഡിതന്മാര് പറയുന്നു 5 രൂപത്തിലുണ്ട് തങ്ങളുടെ ശഫാഅത്ത്. ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. പരലോകത്തെ എല്ലാവരും ബേജാറിലും പേടിയിലുമാകുന്ന സമയം, സൂര്യൻ തലയുടെ മുകളിൽ ഉദിക്കുന്ന സമയം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം. അതേ സമയത്ത് ചില ആളുകൾക്കോ സുബ്ഹാനല്ലാഹ് അതൊരു ഫർള് നിസ്കാരത്തിന്റെ അത്ര പോലും അവർക്ക് അനുഭവപ്പെടില്ല. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരട്ടെ. ആ ഭയാനകരമായ സമയത്ത് ഓരോ നബിമാരെടുക്കലും പോകും. അള്ളാഹു അവിടെ ഹിസാബിന് വേണ്ടി ആരെയും വിളിക്കണില്ല, എല്ലാവരും ബേജാറിലാണ്. ഓരോ നബിമാരെടുത്ത് പോകുമ്പോഴും അവര് നഫ്സി നഫ്സി, ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ പേടിയിലാണെന്ന് പറയുമ്പോൾ അവിടെ ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്ത് പഠിച്ചവനൊന്ന് ഹിസാബിന് വിളിക്ക്, ഈ നൃത്തം കഴിയൂല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ വരുന്ന നേതാവ് അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ശഫാഅത്ത് അതാണ്. രണ്ടാമതായി നരകത്തിലെ ഒരുപാട് ആളുകളെ സുബ്ഹാനല്ലാഹ് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തുന്ന ഒരു ഷഫാഅത്ത് അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി തരട്ടെ. മൂന്നാമത്തെ ഒരു ഷഫാഅത്ത്, ഹിസാബ് കഴിഞ്ഞ് നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളുകൾ, അവര് നരകത്തിലേക്ക് പോയിട്ടില്ല, പോകുന്നതിന് മുമ്പ് അവരെ പോയി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്ത് ഷഫാഅത്ത് ചെയ്ത് അവര് നരകത്തിന്റെ ആളുകളാണെങ്കിലും അവര് സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂൽ അയക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി പറയുന്നു, നരകത്തിൽ കടന്നുപോയ മോമിനീങ്ങൾ, എന്റെ ഉമ്മത്തിൽപ്പെട്ട് തെറ്റുകൾ ചെയ്ത് നരകത്തിലായി പോയ മോമിനീങ്ങളെ ആ നരകത്തിൽ പോയി ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അഞ്ചാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെല്ലാവരും ഒരുപോലെയല്ല. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെയും ദറജകൾക്കനുസരിച്ച് അവിടെ സ്ഥാനമാണ്. മുകളിലുള്ള ആളുകൾക്ക് താഴോട്ടേക്ക് വരാൻ കഴിയും, താഴെയുള്ളവർക്ക് മുകളിലുള്ള സ്ഥാനത്തേക്ക് പോകാൻ കഴിയൂല. അവിടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കൊണ്ടതാ ഒരുപാട് ആളുകൾക്ക് സ്വർഗത്തിൽ ദറജ ഉയരുന്നു. ഈ ശഫാഅത്തിനുള്ള അധികാരം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത് ശഅബാൻ 15 രാത്രിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാസത്തിലെ നമ്മൾ അവിടുത്തെ മദ്ഹുകൾ ചൊല്ലി അവിടുത്തെ മേൽ സ്വലാത്തുകൾ ചൊല്ലിയ ഈ മജ്ലിസ് ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബറാഅത്തിന്റെ രാത്രി ആരും മറന്നു പോകരുത്. 3 യാസീനുകൾ മഹാന്മാര് കിതാബിൽ പഠിപ്പിച്ചതെന്നാണ്. നമ്മുടെ ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യാസീനോദണം. ആയുസ്സുകള് ചുരുങ്ങി വരുന്ന സമയമാണ്. ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിഞ്ഞാന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടു പോയത്. പറയേണ്ടതില്ലല്ലോ, ഒരുപാട് ആളുകൾ നമ്മളെ പരിസരങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയത്. എത്ര ചെറുപ്പക്കാരികളാണ് നിങ്ങൾക്കറിയില്ല ക്യാൻസർ രോഗത്തിൽ അടിമപ്പെട്ടു പോയത്. എത്രയോ രോഗികൾ, അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാവട്ടെ. ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്, ആയുസ് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് നല്ല നെയ്യത്തോടെ, എനിക്ക് നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് കിട്ടണം എന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് യാസീൻ ഓതാൻ മറന്നു പോകരുത്. രണ്ടാമത്തൊരു യാസീൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ റിസ്ക് വിശാലമാവണം. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരാളെ മുന്നിൽ യാചിക്കേണ്ട ഒരവസ്ഥ എത്തിപ്പോകരുത്. എത്ര വലിയ പണക്കാർ വരെ കൈ നീട്ടി യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് കാണുന്നതാണ്. ഒരു രോഗം വന്നാൽ വീട് വിറ്റു, സ്ഥലം വിറ്റു, സമ്പത്ത് വിറ്റു, ലോൺ എടുത്ത്, അങ്ങനെ അവസാനം ആളുകളെ മുന്നിൽ കൈ നീട്ടിപ്പോകുന്ന അവസ്ഥകളൊക്കെ നമ്മളെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും എന്റെയോ എൻ്റെ കുടുംബത്തിലോ ഉണ്ടാവരുത് എന്ന നെയ്യത്ത് വെച്ച് എനിക്ക് നല്ല റിസ്ക്, ഭക്ഷണവും വെള്ളവും വാഹനവും വീടും സൗകര്യങ്ങളും എല്ലാം അതിൽ പെട്ടു. ആ ഒരു നെയ്യത്ത് വെച്ച് രണ്ടാമത്തെ യാസീൻ ഓതണം. മൂന്നാമത്തെ യാസീന് പിന്നെ പറയേണ്ടതില്ലല്ലോ, ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി എല്ലാവരും ഈ 3 യാസീനുകൾ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, യാസീൻ ലിമാ ഖുരിയ ലഹു, എന്തുദ്ദേശിച്ചു നീ ഓതിയാലോ നിനക്ക് ആ കാര്യം പൂർത്തീകരിക്കുന്ന യാസീൻ. അതുകൊണ്ട് മഹാന്മാരായ നമ്മുടെ ഖുറത്തു സാദാത്ത് അടക്കം അല്ലാഹു അവരൊക്കെ ദർജ ഉയർത്തുമാറാവട്ടെ. അവരൊക്കെ മഹാന്മാരൊക്കെ ബദരീങ്ങളെ പോലെ യാസീൻ ഓതാൻ പറഞ്ഞത് എന്ത് വിഷയത്തിന് ഓതിയാലും ആ കാര്യം സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമുക്ക് സാധിക്കണില്ലെങ്കിൽ നമ്മളെ ഈമാന്റെ കുറവാണ്, നമുക്കത് ആവോ ഇല്ലേ എന്ന വിശ്വാസത്തിലാണ് ഓതെങ്കിൽ പിന്നെ എങ്ങനെ പൂർത്തിയാവാനാ? അതേ സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി ഓതിയാൽ അതിനുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ബറാത്തിന്റെ രാവുകൾ ആരും മറന്നു പോകരുത് എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലൊക്കെ ഒരുപാട് ആളുകൾ മദ്രസക്ക് വേണ്ടി ഇവിടെ സംഭാവനകളും ഓരോ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്ത് നൽകണേ അല്ലാഹ്. അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരും എത്രയും വേഗത്തിൽ അതിന്റെ പൈസകളൊക്കെ എത്തിച്ച് അതിന്റെ പണികളൊക്കെ ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കി അത് നമുക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം നടത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ ഒരുപാട് തേനുകളുണ്ട്, ലേലം വിളിക്കുന്നില്ല, വലിയ കുപ്പികളാണ്. ഉസ്താദ് പറയണേ ഇത് 500 റുപ്യക്കും ബാക്കിയുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് 313 റുപ്യക്കാണ്. വലിയ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല, 1000 2000 ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് പൈസ ഉള്ളവർ ഇപ്പൊ കൊടുക്കണം, ബാക്കിയുള്ളവർ പിന്നെ കൊടുത്താൽ മതി. ഈ SSFന്റെ കുട്ടികൾ നടത്തിയ പരിപാടിയാണ്, അവർക്കൊരു കടവോ വേജാറോ വിഷമം ഉണ്ടാവരുത്. അല്ലാഹു ഇൻഷാ അല്ലാഹ് സഹായിക്കും.
ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾ ഇന്നലെയും സഹായിച്ചിട്ട് ഇന്നും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്ത് കുട്ടികൾ വരുമ്പോൾ നല്ല സംഭാവനകൾ എഴുതണം. ഈ പരിപാടി നമ്മളെ മക്കൾ നടത്തിയതാണ് ഇൻഷാ അല്ലാഹ്. അതെല്ലാ വർഷവും ഇതുപോലെ നല്ല ചന്തത്തിൽ നടക്കണം. അതിനെല്ലാവരും സഹായിക്കണം. ഇതാ ബിസ്മില്ലാഹ്, ഒരു 500 റുപ്യ നമ്മളെ ഉസ്താദ് തന്നെ മാഷാ അല്ലാഹ്. അള്ളാഹു അത് മരുന്നാക്കി കൊടുക്കട്ടെ. എല്ലാവരും ഒരു 313 റുപ്യ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മജ്ലിസിക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. നമ്മളെ പേരെന്താ? അബ്ദുറഹ്മാൻ മാഷാ അല്ലാഹ്. അവരുടെ ഭാര്യ ഡയാലിസാണ്. 5000 റുപ്യ സംഭാവന നൽകിയിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് മരുന്നാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും ഒരു 313 റുപ്യ അല്ലേ ഇൻഷാ അല്ലാഹ്. ബരി പെട്ടെന്ന് കഴിഞ്ഞ ഉടനെ നമുക്ക് ഉദാഹരണം ഒരു 313 റുപ്യ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിലേക്ക് കൊടുക്കുക. എല്ലാവരും എനിക്ക് സലാത്തുല്ലാഹ് സലാം സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് ശരീഫ്. മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒരു മാരകമായ രോഗങ്ങളും ഇത് ഭക്ഷിക്കുന്നവരിൽ നീ നൽകല്ലോ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിനെ മുൻനിർത്തിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളെ പവറല്ല റബ്ബേ. നീ ഇത് കബൂലാക്കണേ അല്ലാഹ്, നീ ഇത് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ കൊണ്ടുപോയ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി അതാ കുറെ ആളുകൾ ഉണ്ടല്ലോ, ഒരു 313 റുപ്യ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കാൻ. നമ്മളെ നാട്ടിലെ പരിപാടിയല്ലേ, കുറച്ചും കൂടി ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്താ അല്ലാഹു ആഫിയത്ത് നൽകണേ അല്ലാഹ്, അവിടുത്തെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണേ അല്ലാഹ്, കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നമ്മൾ ഷെരീഫ് മിഞ്ഞാ നമുക്ക് വലിയ സഹായം നമ്മളെ വാർഷികത്തിന്റെ സമയത്ത് ചെയ്തിരുന്നു, വലിയ ഹെൽപ്പ് ചെയ്തിരുന്നു. അല്ലാഹു ഷെരീഫിനും കുടുംബത്തിനും ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ പഠിക്കുന്ന മകനെ ഉഖ്റവിയായ മക്കളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇനിയുണ്ട് കുറച്ച്. നമ്മൾ അഷ്റഫ് അല്ല പെട്ടെന്ന് സ്വീകരിക്കാം. നമുക്ക് ദ്വാരന്ന് പിരിയാൻ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി നിർഭയിലെ ഒരു ഉമ്മാമ, ആ ഉമ്മയുടെ ബാപ്പാന്റെയും മരണപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രണ്ടുപേരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. സയ്യിദുകൾ ദുആ നടത്താൻ ഒരുങ്ങുകയാണ്. ഭക്ഷണം ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ റോഡിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും സദസ്സിൽ വന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം സദസ്സിലുള്ള സമയത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. അതെ, ആ റോഡിലുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് സദസ്സക്ക് വരി. ഇവിടല്ലേ സദസ്സിലല്ലേ ഇതിന്റെ ബർക്കത്തും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുക. റോട്ടിന്റെ പുറത്ത് സദസ്സിന്റെ പുറത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് വരും. നമുക്ക് ദ്വാരക്കാം. എല്ലാവർക്കെങ്കിലും വേണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഫാത്തിഹ ഓതി ദ്വാരന്നിട്ട് എല്ലാവരും മുസാഫത്ത് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പോവാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس തേന് ബാക്കിയുള്ളത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവന കൊടുത്ത് വാങ്ങണം. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു പള്ളിയുടെ സ്ഥലത്തിൻ്റെ ഒരു വിഷയത്തിന് ഒരാളോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരാളാണ്. അൽഹംദുലില്ലാഹ് 1 ലക്ഷം രൂപ അദ്ദേഹം ആ സ്ഥലത്തിന് വേണ്ടി നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് മുഴുവനും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل وبلغ مثل صواب ما قرأناه من قرآنك الذي وما عملناه من خير هدية طيبة إلى حضرة حبيبنا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أجدادنا وجداتنا ومشايخنا وأساتذتنا وأهل الخير كلهم أجمعين أرحم الراحمين يا الملك الجبار يا الله. ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഇന്നലെയും ഇന്നുമായി നടന്ന പരിപാടികൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. സഹായിച്ചവര്, സഹകരിച്ചവർ, പ്രവർത്തിച്ചവര്, ഈ മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി തരണേ അല്ലാഹ്. ഖബറിൽ ഞങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അമലാക്കി തരണേ അല്ലാഹ്. നീ സ്വീകരിക്കുന്ന ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ചുരുങ്ങിയ സമയം നിന്റെ ത്വാഅത്തിലായി, നിന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ച് നിന്റെ പൊരുത്തം താമാകുന്ന സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ് നിന്റെ പൊരുത്തത്തിന്റെ കേന്ദ്രമാകുന്ന സ്വർഗത്തിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സഹകാരികൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഭാര്യ, മക്കള്, കുടുംബങ്ങള്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, സഹായിച്ചവര്, തേനുകളൊക്കെ കൊണ്ടുപോയവര് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസിൽ വെച്ച തേനുകളാണല്ലോ കൊണ്ടുപോയത്. അവർക്കും ഞങ്ങൾക്കും തങ്ങളുടെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അയക്കുന്ന ആ ശഫാഅത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ എണ്ണിപ്പറഞ്ഞവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരെ, ഞങ്ങളെ ഈ പള്ളി മദ്രസകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരെ, സഹായിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ മജ്ലിസിന് വേണ്ടി സഹായിച്ചവര്, സഹകരിച്ചവര് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ആഖിറുസ്സമാനിന്റെ ചണ്ടികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങളെ പ്രതീക്ഷ. അതിനാണ് ഞങ്ങളെ തങ്ങളെ മഹബത്ത് വെച്ച് ഇത്രയും സമയം തങ്ങളെ പേരിലുള്ള മജ്ലിസിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ മദ്ഹുകളൊക്കെ കേട്ട് റബ്ബേ ഞങ്ങൾ ഇരുന്നതൊക്കെ തങ്ങളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം. അങ്ങനെയുള്ള വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഈ ദുനിയാവിനോട് വിട പറയുന്ന സമയം അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗ്യം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരം ഖബറിലേക്ക് വെക്കുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഒരു സ്പർശനം ഞങ്ങളെ ശരീരത്തിൽ നീ നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തങ്ങളെ ശറഫാക്കപ്പെട്ട ഒരു സ്പർശനം ഞങ്ങൾക്ക് ലഭിച്ചാൽ പിന്നെ ആ മണ്ണ് ഞങ്ങളെ തൊടുകയില്ല എന്ന് ഉറപ്പാണ് റബ്ബേ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരെ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, ഇന്നലെയും ഇന്നുമായി ഏറ്റെടുത്തവര്, എല്ലാവരുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാഹ്. സലീമായ ഖൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നസൂഹായ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിന്റെ ഹക്കടപാടുകളൊക്കെ വീട്ടി ഞങ്ങളെ റബ്ബായ നിന്റെ ലിഖായിൽ കൊതിച്ചുകൊണ്ടുള്ള ഒരു നല്ല മരണം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. ചീത്ത മരണങ്ങൾ നൽകല്ല അല്ലാഹ്. റബ്ബേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇവിടുന്ന് മരുന്നായ നിലക്ക് കൊണ്ടുപോയ തേനുകൾ അത് ഭക്ഷിക്കുന്നവരെ ശരീരത്തിലുള്ള എല്ലാ രോഗാണുക്കളും നീ കരിച്ചു കളയണേ അല്ലാഹ്. അവരെ ശരീരങ്ങളിൽ ഒരു കാലത്തും ക്യാൻസർ നൽകല്ല അല്ലാഹ്. ഹാർട്ടിന് ലിവറിന് രോഗം തരല്ല അല്ലാഹ്. മലമൂത്ര രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. എയ്ഡ്സ് നൽകല്ല അല്ലാഹ്. മാനസിക രോഗികളാക്കല്ല അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നിന്റെ തോഴത്തിലായി ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കാർക്കും ഡയാലിസിസ് നീ വിധിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഈ പാതിരാത്രിയോടടുത്ത സമയത്ത് റബ്ബേ സദഖകളൊക്കെ നൽകി നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ പറഞ്ഞ് ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ പ്രവർത്തകർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഉയർച്ചകൾ നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ തെരഞ്ഞെടുത്ത ദീനിന്റെ ഖാദിമീങ്ങളിലൊന്ന് ചേർത്ത് തരണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ അവസാനത്തെ ശ്വാസം വിടുന്നത് വരെ നിന്റെ പരിശുദ്ധ ഇൽമിൽ ശുഅലാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉഖറവിയായ ആലിമീങ്ങളിൽ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ പഠിച്ച ഇൽമുകളൊക്കെ നാഫിയാക്കി തരണേ അല്ലാഹ്. നാഫിയാ ഇൽമ ഏറ്റി തരണേ അല്ലാഹ്. പഠിച്ചതും പറയുന്നതും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബാത്തിലിനെ ബാത്തിലാക്കി അതിനെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയവരെ സംഭാവനകൾ നൽകിയവരെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. ബേജാറുകളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ ഖൈറും ബറക്കത്തുള്ള വീട് എളുപ്പാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ്.
കല്യാണപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെയും നീ തരുന്ന മക്കളെയും ഈ നാട്ടിലുള്ള ഞങ്ങളൊക്കെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമാകുന്ന മക്കളാക്കണേ അല്ലാ. ഷർറാകുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ സ്വാലിഹീങ്ങളിലായി നിലനിർത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കള് നൽകണേ അല്ലാ. ഈ നാട്ടിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളെ നാടുകളിൽ നിന്നും ഞങ്ങളെ സഹായിച്ചവരിൽ നിന്നും ഞങ്ങള് SSF എന്ന ലോകമെമ്പാടുമുള്ള ഈ സംഘടനയിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മൾ ഹാഫിള് അനസ് മോനടക്കം എല്ലാവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ മിസ്ല് സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബറിനെ വിശാലമാക്കണേ അല്ലാ. ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹിസാബും അദാബും ഇല്ലാതെ നരകം തൊടാതെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിനെ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഈ നാട്ടിലേക്ക് ഈ മജ്ലിസ് കാരണമായി എല്ലാ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ. എല്ലാ നിക്മത്തുകളും നീ ഉയർത്തിക്കളയണേ അല്ലാ. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകുന്ന ഉസ്താദുമാരടക്കം എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اختم ബിൽഖൈരി വസ്സാദ. നമ്മുടെ സയ്യിദ് ഉസ്താദിന്റെ വീട് പണി നടക്കാണ്. റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് നീ എത്രയും വേഗത്തിൽ നല്ല ബർക്കത്തുള്ള സന്തോഷമുണ്ടാകുന്ന ഐശ്വര്യമുണ്ടാകുന്ന സആദത്തിന് കാരണമാകുന്ന ഒരു വീട് എളുപ്പാക്കണേ അല്ലാഹ്. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുസാഫഹത്ത് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചീരിനെ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചോളി, സ്റ്റേജിന്റെ സൈഡിൽ അതിലിങ്ങനെ വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് പോയി